ഇനിയിപ്പാ ഞാൻ കുറച്ച് വഴുകി. ഇന്ന് നമുക്ക് ഷൂട്ട് ചെയ്യണ്ടേ? ഇന്ന് കുറച്ച് സ്ഥലം വരെ പോകാണ്ടിരുന്നു. പോയി പറ്റുള്ളൂ. ആ തിരുവോണായിട്ട് രാത്രിത്തെ 5 മണിക്ക് മഴ ചെയ്ത് ചുറ്റോറാണ് വെള്ളം കെട്ടി. അവിടെ വെള്ളമുണ്ട്. ചുറ്റോറം വെള്ളം അവിടെ കുറെ ഓലക്കൊടിയും വെറുതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നനഞ്ഞ് പോകാനായി. എന്നിട്ട് ഇപ്പൊ ഞാൻ ആ പാടത്ത് പോയിട്ട് കുറച്ച് ഓലമണ്ണ് പഠിച്ച് ഇവിടുന്നൊക്കെ അതിന്റെ ഓലക്കൊടി എടുത്ത് ഉണങ്ങിയിട്ടില്ല. നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. ശരി. അപ്പൊ ഇന്ന് വിറകുണ്ടാക്കലാണ് പണി അല്ലേ? ഓണം നബിദിനൊക്കെ ആയിട്ട് എന്താ പറയാനുള്ളത്? ഓണം നബിദിനൊക്കെ പറയാണ്ട് അവിടെ. അപ്പൊ ഞാന് കുറച്ച് കത്തിക്കാൻ വരില്ലായിട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് സഹായിക്കുന്നു. ശരി. അത് നല്ല തന്നെയാണ്. നല്ല കാര്യമാണ്. അതൊക്കെ വേണം. ഷൂട്ട് എല്ലാം വേണം. അല്ല ഷൂട്ട് ചെയ്തെടുക്കലും വീഡിയോ എടുക്കലും വേണോ? ഇതും വേണമെന്നറിയാം. ഞാനിപ്പോ നബിദിനത്തെ പറ്റി പറയണെങ്കിൽ കുറെ ഓർമ്മകളുണ്ട്. ചെറുപ്പത്തില് നമ്മള് മദ്രസ പഠിക്കുന്ന കാലത്ത് നബിദിനത്തിന് പോയി. അത്തത്തെ ഒരു ഘോഷയാത്ര മുട്ടായി കിട്ടാൻ വേണ്ടി അന്ന് കവറൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ പോയിരുന്നൊരു കാലായിരുന്നു. അത് പിന്നെ ഇങ്ങനെ ആലോചിക്കും ഞാന്. പിന്നെ എനിക്കിപ്പോ അത് പിന്നെ ഞാൻ പോക്കുണ്ടായിരുന്നില്ല. കുറച്ച് വലിയ ആളായപ്പോ. പിന്നെ എന്നോട് പറയാം മക്കളൊക്കെ വലുതായപ്പോ ഞാന് മക്കളെ പിന്നെ നടക്കാൻ തുടങ്ങി. കാരണം ഓരോ മദർച്ച കൊണ്ടുവരുമ്പോ ഇപ്പൊ വെച്ചിട്ട് ഞാന് ഘോഷയാത്രയിൽ പങ്കെടുക്കും. അപ്പൊ ആ കൈതം തീർന്നു. അപ്പൊ നബിദിനം അങ്ങനെ ആയി. അപ്പൊ ഈ ഓണത്തിനെറ്റി പറയുമ്പോ എനിക്ക് ഓണം വരുമ്പോ സങ്കടം ഉണ്ട്, എന്നാ സന്തോഷമുണ്ട്. എന്താ സങ്കടം? എന്താ അത് ആദ്യം പറയും. സങ്കടം എന്ന് പറഞ്ഞെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് സങ്കടം രണ്ടും പറഞ്ഞല്ലേ. സങ്കടം എന്ന് പറഞ്ഞത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു ബാല്യകാലാണ്, ചെറുപ്പകാലം. അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ചേച്ചിമാരോടൊക്കെ അവിടെ ഒരു അമ്മ ഉണ്ട്. ആ അമ്മേന്റെ കൂടെ ഞാൻ ചെറിയ കുട്ടികളാകുമ്പോ ഓണത്തിന് രാവിലെ പോകും. ഓണായാലും വിഷുവിലൊക്കെ രാവിലെ പോകും. അന്ന് ഓണം എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളവിടെ ഇരിക്കും, ടി വി കാണാൻ വേണ്ടി മണ്ട്. അന്ന് VCR ഇല്ലേ, ചെറിയ ടിവി. അത് ഏത് സമയത്ത് ഞാൻ അവിടെ പോയിരിക്കും. അപ്പൊ അവിടെ പോകുമ്പോ ഓണ വിഷു ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ആ അമ്മ അവിടുന്ന് പഴം എടുത്തു തരും, പപ്പടം എടുത്തു തരും. പായസം എന്നൊക്കെ അത്ര ഓർമ്മയില്ല, അതൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. പക്ഷെ പിന്നെ ഞാൻ വലുതായപ്പോ മനസ്സിലായത് ഓരോ വീട്ടില് ഓണാണ് ഇതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതൊരു നഷ്ടപ്പെട്ട ഒരു കാലം. അതാണ് സങ്കടം. അതാണ് സങ്കടമല്ല, ആ കാലം സന്തോഷമുള്ള കാലം. പിന്നെ സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലം ഇനി തിരിച്ചു കിട്ടൂലല്ലോ എന്നുള്ള ഒരു സങ്കടം. അതിപ്പോ ആർക്കും കിട്ടൂലല്ലോ. അങ്ങനല്ല ഇന്നത്തെ കുട്ടി. അന്ന് വരുമ്പോൾ നമുക്ക് അന്ന് കുട്ടികളൊക്കെ പൂവേ പൂലി പൂവേ പറിക്കാൻ പോകുമ്പോ ഞങ്ങളൊക്കെ നോക്കിക്കും. ഞങ്ങളും കൂടും പിന്നാലെ. പിന്നെ പോയിട്ട് കോട്ടിക്കളി കളിക്കും, എന്താണ് കുട്ടിയും കോലി കളി കളിക്കും. ഈ കുട്ടികൾ 12 കളി കളിക്കും. ഞാൻ കളിക്കില്ല, ഞാൻ കണ്ടിട്ടും. പിന്നെ കോട്ടിയിട്ട് ഇങ്ങനെ അടിച്ച് കളിക്കും. അങ്ങനെ ഒരു കുട്ടിക്കാലം ഒരു പടയും. ഇന്നിപ്പോ ഓണായിട്ട് ഇവിടെ എന്തിനുണ്ട് കളിക്കില്ല. ആ ഒരു മൊബൈലിൽ കുത്തിവെക്കും. അതാണ് ഓണായാലും പെരുന്നാളായാലും ഒക്കെ അങ്ങനെ തന്നെ. ഒക്കെ എന്ത് ആഘോഷമായാലും യുഗം മാറി. അതാണ് പറഞ്ഞത്, സന്തോഷമുണ്ട് ദുഃഖമുണ്ട് പറഞ്ഞത്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത എന്റെ ബാല്യകാലം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത മാത്രല്ല എല്ലാവർക്കും ആണ്. എന്റെ അതാണ് പറയുന്നത്. ഓണത്തിനെ പറ്റിയിട്ടും നബിദിനെ പറ്റിയും പറഞ്ഞു വരുമ്പോൾ എന്തായാലും ഓണം നബിദിനം ഒരേ ദിവസമായി. ഞങ്ങളുടെ നാളെയാണ് ഘോഷയാത്ര ആഘോഷങ്ങൾ. നമ്മളെ എല്ലായിടത്തും ഞാൻ ടി വിയിൽ കണ്ട് കോഴിക്കോടൊക്കെ തന്നെ തോന്നുന്നു, വിമാന ശേഷം തോന്നുന്നു. കോഴിക്കോടാ അവിടെ ഞാനൊരു എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് ഓണം നബിദിനം ആഘോഷിക്കാന്ന് പറയാൻ പറ്റൂല. ഇന്ന് കണ്ടപ്പോ നാളെ കാണില്ല. ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ഓണാശംസകളും നബിദിനാശംസകളും നേരുന്നു. എല്ലാവരും എന്നും പറഞ്ഞ മാതിരി വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഇത് പ്രത്യേകിച്ച് പറയാനില്ല, കാരണം കുറ്റിയോറം വെള്ളം നിന്ന കാരണം വെള്ളവും പറഞ്ഞ വെള്ളം സൈഡിലൊക്കെ വെള്ളമാണ്. അവിടെ ആ വെള്ളം ഇപ്പൊ കുറച്ച് പറ്റിയതാണ്. അപ്പൊ അവിടെ വെറുതെ കൂട്ടി അങ്ങോട്ട് ഉണ്ടാക്കണം. ഇതാണ് ഉണ്ടാക്കണ വിറക്. അത് ഞാൻ ഓലക്കൊടി കത്തിക്കാൻ വേണ്ടിട്ടേ ഓലക്കൊടി ഇങ്ങനെ ഇതാക്കി. ഈർക്കിളി കൈമുത്തണ്ടാന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങള് മറാട് തോന്നി ആക്കിക്കോളൂ. അപ്പൊ എല്ലാരും വീഡിയോ കാണാം. അല്ല ഇനിയിപ്പാ വീഡിയോ നിർത്തുകയാണ്, വൈൻഡപ്പ് ചെയ്യാണ്.
എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം. അതന്നെ പതിവ് പോലെ. എല്ലാവർക്കും ഒന്നുകൂടി നബിദിന ആശംസകളും ഓണാശംസകളും.